ബംഗളൂരു ദുരന്തത്തിൽ DGP പ്രാഥമിക റിപ്പോർട്ട് നൽകി. പ്രതീക്ഷിക്കാതെ ആൾക്കൂട്ടം പെട്ടെന്ന് തടിച്ചുകൂടിയെന്നും ഇതാണ് അപകടത്തിന് കാരണമെന്നുമാണ് റിപ്പോർട്ട്. മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നുവെന്നും കർണാടക DGP മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ദുരന്തത്തിൽ മരിച്ച 11 പേരെയും തിരിച്ചറിഞ്ഞു. ഇതിൽ 8 പേർ ബംഗളൂരു സ്വദേശികളാണ്. KB ശ്രീധരൻ ചേർന്നുണ്ട്. ശ്രീധരൻ, ഇപ്പോഴത്തെ DGP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ശ്രീധരൻ? ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് കർണാടക DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായി വലിയ ആൾക്കൂട്ടം ഈ സ്റ്റേഡിയത്തിന് അടുത്തേക്ക് എത്തി. അത് നിയന്ത്രിക്കാവുന്നതിൽ പരിധിക്ക് അപ്പുറത്തായിരുന്നു എത്തിയത്. അതിന് പിന്നാലെ ഈ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് ആളുകൾ അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഉണ്ടായ തിക്കിലും തള്ളിലുമാണ് ഈ വലിയ ദുരന്തം ഉണ്ടായത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ്, പ്രാഥമിക റിപ്പോർട്ടാണ് DGP മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ബൗറിംഗ് ആശുപത്രിയിലാണ്. ഇവിടെയാണ് പരിക്കേറ്റ കൂടുതൽ ആളുകളെ കൊണ്ടുവന്നത്. 6 പേർ ഈ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചതും. ഏതായാലും ഈ ബോറിംഗ് ആശുപത്രിയിലെ നിലവിൽ ഏതാണ്ട് 33 ആളുകൾ, എല്ലാ 4 ആശുപത്രികളിലായി 33 ആളുകൾ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇവിടെ ഏതാണ്ട് 20ഓളം ആളുകൾ ഈ ആശുപത്രിയിൽ മാത്രം ചികിത്സയിൽ കഴിയുന്നുണ്ട്. പൂർത്തിയായിട്ടുണ്ടോ ശ്രീധരൻ? ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ടോ? ജയലക്ഷ്മി, 11 മൃതദേഹങ്ങളും വിട്ടു നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. പലരും ശ്വാസം മുട്ടിയും ചവിട്ടേറ്റുമാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ മനസ്സിലായത്. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകിയിരുന്നു. അതിനു പിന്നാലെ ഒരാളുടെ മാത്രം മൃതദേഹമാണ് ഇന്നലെ വിട്ടു നൽകാതിരുന്നത്. ആ ബന്ധുക്കൾ ഇവിടെ എത്തി അവർ ആ മൃതദേഹം കൂടി ഏറ്റുവാങ്ങി. ഏതായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹങ്ങളെല്ലാം വിട്ടു നൽകിയിട്ടുണ്ട്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആരുടെയും നില ഗുരുതരം അല്ല. അവരെല്ലാം അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബംഗളൂരു അർബൻ ഡെപ്യൂട്ടി കമ്മീഷണർ ജഗദീഷ് സ്റ്റേഡിയത്തിലെത്തി പരിശോധന നടത്തും. എന്തൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചത്, എങ്ങനെയൊക്കെയാണ് ഇനി ഇങ്ങനെയുള്ള ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇനി മുന്നോട്ട് വയ്ക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത്. സാധാരണ ഈ മജിസ്ട്രേറ്റ് അന്വേഷണത്തിലൊക്കെ റിപ്പോർട്ട് വളരെ വൈകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നുള്ള കർശന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. BJP ഇന്നലെ ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. ശ്രീധരൻ, എന്തായാലും ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടാണ് DGP കൈമാറിയിരിക്കുന്നത്. അതിൽ തിരക്ക് അനിയന്ത്രിതമായി അത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്.